ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഫങ്ഷൻസ് എന്താണെന്നപ്പോൾ പറയാം. നമ്മളൊരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനായിട്ട് എഴുതുന്ന ഒരു സെറ്റ് ഓഫ് കോഡ്സ് ആണ് ഫങ്ഷൻ. ഫങ്ഷൻ എഴുതുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫങ്ഷൻ ഡെഫിനിഷൻ എഴുതണം, അതുപോലെ ഫങ്ഷൻ കോൾ ചെയ്യണം. ഫങ്ഷൻ ഡെഫിനിഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്ക് എന്താണോ അത് എഴുതുന്നത്. അതുപോലെ എപ്പോഴാണോ നമുക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്ക് ഫങ്ഷനെ കോൾ ചെയ്യാവുന്നതാണ്. ഫങ്ഷൻ്റെ ഒരു മെയിൻ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു കോഡ് തന്നെ ഒരു പ്രോഗ്രാമിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പലതവണ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു വട്ടം എഴുതി കൊടുത്തതിന് ശേഷം നമുക്ക് എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് ആ സമയത്ത് അതിനെ കോൾ ചെയ്താൽ മതിയാവും. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ഒരു സെറ്റ് ഓഫ് കോഡ്സ് ആണ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ്റെ ഉള്ളിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ട്, അതുപോലെ ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ടാസ്ക് ആണോ ചെയ്യാൻ പോകുന്നത് അതൊരു ഫംഗ്ഷൻ്റെ പേര് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കുന്നു. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ മാത്രം അത് എക്സിക്യൂട്ട് ആവില്ല. ഫംഗ്ഷൻ എപ്പോഴാണോ കോൾ ചെയ്യുന്നത് അപ്പോഴാണ് ആ ഒരു കോഡ് എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പോൾ ആദ്യം ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യണം, അതിനൊരു സിൻടാക്സ് ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഡെഫ് എന്നൊരു കീവേഡ് വെച്ചിട്ടാവും തുടങ്ങുക. അതിനുശേഷം ഫംഗ്ഷൻ്റെ പേര് എഴുതി കൊടുക്കുക. ഫംഗ്ഷൻ നെയിം, ഫംഗ്ഷൻ്റെ പേര് എഴുതി കൊടുക്കുന്നു. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, ഒരു കോട്ട് ഇടുന്നു. അതിനുശേഷം ഇവിടെയാണ് ഫംഗ്ഷൻ്റെ ബോഡി എഴുതി കൊടുക്കുക. ഫംഗ്ഷൻ ബോഡി. ഇത്രയാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ വരുന്നത്. ഡെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് വെച്ചിട്ട് ഫംഗ്ഷൻ തുടങ്ങുക. അതിനുശേഷം ഫംഗ്ഷൻ്റെ പേര് എഴുതുക. ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഫംഗ്ഷൻ്റെ ബോഡി ആയിട്ട് എഴുതി കൊടുക്കുന്നു. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അടുത്തത് ഫംഗ്ഷനെ കോൾ ചെയ്യണം. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യാനായിട്ട് നമ്മൾ ഫംഗ്ഷൻ്റെ പേര് എഴുതി കൊടുക്കുക. ഫംഗ്ഷൻ നെയിം എഴുതി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഫംഗ്ഷൻ ഡെഫ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് ഫംഗ്ഷൻ്റെ പേര് എഴുതി കൊടുത്തു, ഫംഗ്ഷൻ്റെ ബോഡി എഴുതി കൊടുത്തു. അതിനുശേഷം ഫംഗ്ഷൻ്റെ പേര് വിളിച്ചിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇതാണ് സിൻടാക്സ് എന്ന് പറഞ്ഞാൽ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെന്ന് നോക്കാം. ജസ്റ്റ് ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യിക്കുന്ന പ്രോഗ്രാമാണ് ഫംഗ്ഷൻ വെച്ച് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പ്രോഗ്രാം എഴുതി കൊടുക്കാം. ആദ്യം ഫംഗ്ഷൻ ഡെഫിനിഷനാണ് എഴുതുന്നത്. അപ്പോൾ ഡെഫ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് കൊടുത്തു. അതിന് ഫംഗ്ഷൻ്റെ പേര് ഷോ എന്നാണ്. അപ്പോൾ ഷോ എന്ന് എഴുതി കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, കോളൻ ഇട്ടു. അതിനുശേഷം എന്താണ് ഞാൻ ആ ഫംഗ്ഷനിൽ ചെയ്യാൻ പോകുന്നത് അത് എഴുതി കൊടുക്കണം. അപ്പോൾ പ്രിന്റ് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യിക്കാനാണ് പോണത്. അപ്പോൾ പ്രിന്റിൻ്റെ ഉള്ളിൽ ഹലോ വേൾഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇത്രയായി കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഫംഗ്ഷൻ്റെ പേര് വിളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത്, ആ ഫംഗ്ഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെ ഉള്ളിൽ എഴുതി കൊടുത്തു. ഇനി ഫംഗ്ഷൻ കോൾ ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് കോൾ ചെയ്യാൻ ഫംഗ്ഷൻ്റെ പേര് വിളിച്ചു, റൺ ചെയ്തു. ഇപ്പോൾ ഹലോ വേൾഡ് പ്രിൻ്റ് ആയി. ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴാണ് അത് എക്സിക്യൂട്ട് ആവുന്നത്. ഇനി എത്ര വട്ടം ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യിക്കണോ അത്രയും തവണ ഈ ഒരു ഷോ എന്ന് വിളിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു തവണയും കൂടി ഷോ എന്ന് വിളിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2 വട്ടം പ്രിൻ്റായി. അപ്പോൾ ഒരു സെറ്റ് ഓഫ് കോഡ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ഒരു വട്ടം ഫംഗ്ഷനിൽ എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് ആവശ്യം അതിനെ കോൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് എക്സിക്യൂട്ടായിട്ട് പ്രിൻ്റ് ആവും. ഇത്രയാണ് ഫംഗ്ഷനിലുള്ളത്. ഇനി നമുക്ക് ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വാല്യൂസ് അതിനുള്ളിൽ പാസ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഫംഗ്ഷൻ ഈ കോൾ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഈ കോൾ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഹലോ എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വാല്യൂസ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പാസ് ചെയ്ത് കൊടുക്കുന്നതാണ് ആർഗ്യുമെൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹലോ എന്നുള്ളത് ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് പോയി. ഇവിടെ ഹലോന് ഇരിക്കാനായിട്ട് നമ്മളൊരു വേരിയബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നമുക്ക് എ പ്രിന്റ് ചെയ്യിച്ച് നോക്കാം. ഹലോ എന്ന് വന്നു. ഇതുപോലെ നിങ്ങൾക്ക് അടുത്തത് വിളിക്കുമ്പോൾ, അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ വേറൊരു ആർഗ്യുമെന്റ് പാസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 2 or 3 ആർഗ്യുമെന്റ് പാസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഫംഗ്ഷനിൽ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ഇനി നമുക്കൊരു ചെറിയ ടാസ്ക് ചെയ്ത് നോക്കാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടാസ്ക് 2 നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഫംഗ്ഷൻ പ്രോഗ്രാമാണ്. അതിനുവേണ്ടി ആദ്യം നമുക്ക് സമ്മിൻ്റെ ഫംഗ്ഷൻ എഴുതി കൊടുക്കാം. ഡെഫ് സമ്മ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ്റെ പേര് കൊടുത്തു. 2 നമ്പേഴ്സാണ് നമുക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട് വരിക. അതുകൊണ്ട് എ കോമ ബി എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ 2 വേരിയബിൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി പ്രിന്റ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫംഗ്ഷൻ്റെ കോൾ ചെയ്യാം. കോൾ ചെയ്യണേക്കാളും മുന്നേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം
എയും ബിയും നമുക്ക് നമ്പേഴ്സ് യൂസറിൽ നിന്ന് വാങ്ങിക്കണം അല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഇൻപുട്ട് സെൻഡർ ഫസ്റ്റ് നമ്പർ. അതിന് ഇൻറ്റീജറാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതുപോലെ ബിയും വാങ്ങിക്കുന്നു. ബി ഈക്വൽ ടു ഇൻപുട്ട് സെൻഡർ സെക്കൻഡ് നമ്പർ. അങ്ങനെ ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, എയും ബിയും നമ്മളിപ്പോൾ യൂസറിൽ നിന്ന് വാങ്ങിച്ചു. ഇനി നമുക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് അതിനെ പാസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യാണ് സം എന്ന് പറഞ്ഞിട്ട്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ യൂസറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള എയും ബി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ പാസ് ചെയ്യുന്നു. ഇനി റൺ ചെയ്യിക്കാം. നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇവിടെ എങ്ങനെ ഫംഗ്ഷൻ വർക്കായത്? എ എന്ന് പറഞ്ഞതിലേക്ക് നമ്മുടെ 10 എന്ന് പറഞ്ഞ ആദ്യത്തെ നമ്പർ വന്നു. ബി എന്ന് പറഞ്ഞതിലേക്ക് രണ്ടാമത്തെ നമ്പർ വന്നു. എന്നിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വാല്യൂസ് പാസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ എയിലേക്ക് ഫസ്റ്റ് നമ്പർ പോയിട്ടുണ്ട്, ബിയിലേക്ക് സെക്കൻഡ് നമ്പർ പോയിട്ടുണ്ട്. എന്നിട്ട് അതിനെ A+B ചെയ്തിട്ട് ആൻസർ പ്രിൻറ്റ് ചെയ്യിച്ചു. ഇങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫംഗ്ഷൻ എഴുതി കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോളിംഗ് ഒക്കെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതുപോലെയുള്ള കുറച്ച് ടാസ്കുകൾ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ അത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കാം. മെയിനായിട്ട് 4 ടൈപ്പ് ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. പൊസിഷണൽ ആർഗ്യുമെൻറ്റ്, ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്, കീവേഡ് ആർഗ്യുമെൻറ്റ്, ആർബിറ്ററി ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് പൊസിഷണൽ ആർഗ്യുമെൻ്റ് ആണ്. പൊസിഷണൽ ആർഗ്യുമെൻറ്റ് എന്താണെന്ന് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഡെഫ് എന്ന് കൊടുത്ത് ഞാൻ ഷോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ വിളിക്കുന്നു. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ 2 വാല്യൂസാണ് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 വേരിയബിൾസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ വേരിയബിളിനെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റിൻ്റെ ഉള്ളിൽ A, B എന്ന് കൊടുത്തു. ഇനി ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കോൾ ചെയ്തു. ഷോയുടെ ഉള്ളിൽ ഞാൻ 1, 2 എന്ന് പറഞ്ഞിട്ട് 2 വാല്യൂസ് പാസ് ചെയ്തു. ഇനി റൺ ചെയ്യാണ്. ഇപ്പം എന്താ വന്നത്? എയും ബിയും വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്താ ഉണ്ടായത്? 1 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ, ഫസ്റ്റ് വാല്യൂ ആദ്യത്തെ വേരിയബിളിലേക്ക് പോയി. അതുപോലെ രണ്ടാമത് നമ്മൾ കൊടുത്ത ആർഗ്യുമെൻറ്റ് രണ്ടാമത്തെ വേരിയബിളിലേക്കാണ് പോയത്, ബിയിലേക്കാണ് പോയത് അല്ലേ. അപ്പോൾ 1ഉം 2 ആണ് പ്രിൻറ്റ് ചെയ്തത് നേരിട്ട്. ഇങ്ങനെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് ഇവിടെ വാല്യൂസ് നമ്മുടെ വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്ത് പോണത്. അപ്പോൾ അതിനെയാണ് പൊസിഷണൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ഫസ്റ്റ് വേരിയബിളിലേക്കാണ് പോയത്. അപ്പോൾ ഇങ്ങനെ പൊസിഷൻ അനുസരിച്ച് ആർഗ്യുമെൻറ്റ് പോകുന്നതിനെയാണ് നമ്മൾ പൊസിഷണൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് ആണ്. ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഷോ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഒരു വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്ക് ഒരു വാല്യൂ കിട്ടി, പകരം ബിയുടെ വാല്യൂ ഞാൻ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇവിടെ വേരിയബിളിൽ തന്നെ നമ്മൾ വാല്യൂ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇതിനെയാണ് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത്, ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കത് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. കണ്ടോ? ഇങ്ങനെ നിങ്ങൾക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ആ വേരിയബിൾസിൻ്റെ അവിടെ തന്നെ ആർഗ്യുമെൻറ്റ്സിനെ അല്ലെങ്കിൽ വാല്യൂവിനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ആർഗ്യുമെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞത് കീവേഡ് ആർഗ്യുമെൻ്റ് ആണ്. കീവേഡ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ഈ സമയത്ത് എയുടെയും ബിയുടെയും വാല്യൂ കീ വാല്യൂ പോലെ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ A = 1, B = 2. ഇവിടെ കീ എന്ന് പറയുന്നത് A, B എന്ന് പറഞ്ഞിട്ടുള്ള 2 എണ്ണം, അതുപോലെ വാല്യൂ 1, 2 എന്ന് പറഞ്ഞത്. ഇതുപോലെ കീ വാല്യൂ പെയേഴ്സായിട്ട് നമുക്ക് കോൾ ചെയ്യുമ്പോൾ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാൻ പറ്റും. ഇനി നമ്മളിവിടെ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ നെയിം ഒരു 2 വേരിയബിൾ എത്ര കീ ആണോ കൊടുത്തത് അത്ര വേരിയബിൾ സെറ്റ് ചെയ്തിട്ട് നമുക്കതിനെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കീ വാല്യൂസായിട്ട് ആർഗ്യുമെൻറ്റ്സിൽ കോൾ ചെയ്യുമ്പോൾ ആർഗ്യുമെൻ്റായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് കീവേഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ ടൈപ്പ് ആർഗ്യുമെൻറ്റ് ആർബിറ്ററി ആർഗ്യുമെൻ്റ് ആണ്. ആർബിറ്ററി ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ഒരുപാട് വാല്യൂസ് ഇങ്ങനെ പാസ് ചെയ്തു. അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആർബിറ്ററി ആർഗ്യുമെൻ്റ് എന്ന് പറയുക, ഒരുപാട് വാല്യൂസ് പാസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റാർ എന്നുള്ളൊരു സൈൻ ഇട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആനെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം.
ഇതുപോലെ ഒരുപാട് വാല്യൂസ് പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആർബിറ്ററി ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് വാല്യൂ പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പൊസിഷൻ കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ A(0) എന്ന് കൊടുത്തു. അപ്പോൾ ഉണ്ടോ ഫസ്റ്റ് വാല്യൂ കിട്ടി. ഇതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ വാല്യൂസിനെ അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് 0, 1, 2 എന്നാണ് എടുക്കുക. അതേ പൊസിഷൻ അനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വാല്യൂസിനും കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരുപാട് വാല്യൂസ് പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആർബിറ്ററി ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത 4 ടൈപ്പ് ഓഫ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഫങ്ഷൻസ് എന്താ, അത് ആർഗ്യുമെൻറ്റ് എങ്ങനെയാണ് ഫങ്ഷനിൽ പാസ് ചെയ്യണേന്ന് നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ടാസ്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതെന്നിട്ട് ചെയ്യാം. ഒന്നാമത്തെ ടാസ്ക്, റൈറ്റ് എ പൈത്തൺ ഫങ്ഷൻ ടു ഫൈൻഡ് ദ മാക്സിമം ഓഫ് 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സ് യൂസറിൽ നിന്ന് വാങ്ങിക്കുന്നു, എന്നിട്ട് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ഏതാണ് മാക്സിമം ആയിട്ടുള്ള നമ്പർ എന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു. അതിനുള്ള ഫംഗ്ഷനാണ്, ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ പൈത്തൺ ഫംഗ്ഷൻ ടു ഫൈൻഡ് എ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൺ. ഒരു നമ്പർ ഓടാണോ ഈവൺ ആണോ എന്ന് അറിയണം. അപ്പോൾ യൂസറിൽ നിന്ന് ആദ്യം ഒരു നമ്പർ വാങ്ങിച്ചതിന് ശേഷം അത് ഓടാണോ ഈവൺ ആണോ എന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതി കൊടുത്ത് പ്രോഗ്രാം ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ ഫങ്ഷൻസ്, ആർഗ്യുമെൻറ്റ്സ് എന്നീ ടോപ്പിക്കുകളാണ് നോക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട ടാസ്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. ഇനി അടുത്ത വീഡിയോയിൽ പൈത്തണിലെ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്താണെന്ന് നോക്കാം. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.